ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അങ്ങനെ രാവിലെ തന്നെ ഞാൻ ചായയും അവിലായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയായപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിണ്ടി എടുത്തിട്ട് സോയാബീൻ, ക്യാബേജ്, കോളിഫ്ലവർ ഒരു കോമ്പിനേഷനും ഇല്ലാതെ ഇത് മൂന്നും വെച്ചിട്ടായിരുന്നു ഞാനൊരു റൈസ് ഉണ്ടാക്കിയത്. പിന്നെ ഇന്ന് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊക്കെ അവരുടെ ഉണ്ടാക്കി. പിന്നെ വൈകിട്ട് പള്ളിയിൽ പോകാനായിട്ട് കുളിച്ച് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യിലൊന്ന് ക്യൂടെക്സ് ഇടാന്ന്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ക്യൂടെക്സ് ഇടൽ എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇനിയിപ്പോൾ ക്യൂടെക്സ് ഇടാൻ സമയം കിട്ടില്ലേ, പോകുന്ന വണ്ടിയിൽ വെച്ചിട്ടെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇടും. അങ്ങനെ പോയ വഴിക്കാണ് ആകാശക്കോയി ആ പാട്ട് കേട്ടത്. പിന്നെ ആ പാട്ടും പാടി പള്ളി എത്തി. ഇന്നെന്തോ ഭാഗ്യത്തിന് ഞാൻ പോയി പള്ളി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അല്ലേ മിക്ക ദിവസവും ഞാൻ പോകുമ്പം വായനയെങ്കിലും ആവാറുണ്ട്. എന്ന് നേരത്തെ പോകണമെന്ന് വിചാരിച്ചാലും പക്ഷേ അച്ഛൻ നേരത്തെ തുടങ്ങുന്നതാണ്, അല്ലേ അതെൻ്റെ കുറ്റമല്ല. പിന്നെ ഇന്ന് തൊട്ട് മാതാവിൻ്റെ വണക്കമാസം ആയതുകൊണ്ട് എല്ലാവരും മാതാവിന് പൂ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളിരുന്ന സൈഡിലോട്ട് ആരും പൂവൊന്നും ഞങ്ങൾക്ക് തന്നില്ല. ബാക്കിലൊക്കെ കൊടുത്തോളാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ തീർന്നു. പക്ഷേ എൻ്റെ പോക്കറ്റിൽ കുറച്ച് മുല്ലമൊട്ട് ഉണ്ടായിരുന്നു. പള്ളിയിൽ വയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ അടുത്തോണ്ട് വന്നതായിരുന്നു. അപ്പോൾ എന്തായാലും ഉപകാരപ്പെട്ടു ഗായ്സ്. അങ്ങനെ ഞാനും 2 സിസ്റ്റർമാരും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൂടെ പൂവും കൊടുത്ത് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കയ്യിൽ 2 മുല്ലമൊട്ട് വീതം ഞങ്ങൾ മാതാവിനും കൊടുത്തു. മെയ് 1 യൗസപിതാവിൻ്റെ തിരുനാളായതുകൊണ്ട് തന്നെ പള്ളിയിൽ നല്ല ആളുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ഇനി കഴിക്കാൻ തോന്നിയപ്പോൾ ഒരു മാസം മുമ്പ് ചേച്ചി വീട്ടിൽ നിന്ന് ലഗേജ് കൊടുത്ത് വിട്ടപ്പോൾ ഒരു ഗാലക്സി മുട്ടായി കൊടുത്തത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും അങ്ങ് പൊട്ടിച്ച് കഴിച്ച് പിന്നെ ഒരു മാങ്ങ എടുത്ത് കുറച്ച് പാൽപ്പൊടി മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് ഞാനൊരു ഫ്രൂട്ട് സലാഡ് പോലെ ആക്കി കഴിച്ചു. പിന്നെ രാത്രിയായപ്പോൾ ഒരു ബുൾസിയും പിന്നെ രാത്രി ഉച്ചത്തെ സെയിം ചോറ് തന്നെ ഉണ്ടാക്കി 2 പപ്പടവും പൊരിച്ച് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ക്യാപ്ഷനിലുള്ള 63 ഡേയ്സ് എന്തിനുള്ളതാണെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കൂടെ കുടിക്കോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.